മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരാണ്. മഴ കണ്ടും മഴ കൊണ്ടുമൊക്കെ നാം അതിനെ ആസ്വദിക്കാറുമുണ്ട്. പക്ഷെ നാം അനുഭവിക്കുന്ന തണുപ്പും കുളിരും അഴകും മാത്രമല്ല മഴ. അതിനപ്പുറം മഴയ്ക്ക് മറ്റൊരു മുഖഭാവം കൂടിയുണ്ട്. ശക്തമായ ഇടിയും മിന്നലും കൊടുങ്കാറ്റും അതിൻ്റെ കൂടെ പേമാരിയുമായിട്ടാണ് മഴ വരുന്നത് എങ്കിൽ നമുക്കൊന്നും ഇഷ്ടമേ അല്ല. മഴ എന്നുള്ളത് വളരെ മനോഹരമാണ്, ഏകദേശം എല്ലാവർക്കും ഇഷ്ടവുമാണ്. ഇടയ്ക്ക് ആലിപ്പഴവുമൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് കപടവിശ്വാസികൾ ഇസ്ലാമിനെ കണ്ടിരുന്നത്. നല്ല സുഖസുന്ദരമായി വീടിന്റെ വരാന്തയിലിരുന്ന് ആസ്വദിക്കുവാൻ പറ്റുന്ന മഴയാണ് എന്നാണ് കപടവിശ്വാസികൾ ഇസ്ലാമിനെ കരുതിയത്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇത് മഴയല്ല, അതിൻ്റെ അപ്പുറം സ്വയ്യിബ് അഥവാ പേമാരിയാണ് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ കപടവിശ്വാസികളുടെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഔക സ്വയ്യിബിൻ മിനസ് സമാഹി ഫീഹി ളുലുമാതു വറഅദു വബർഖ്. അവര് മഴ കണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ ഇടിയും മിന്നലുമൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. ജിഹാദ് ചെയ്യണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും മനസ്സിലാക്കിയത്. അപ്പൊ ഇടിയും മിന്നലും ഒക്കെ വരുന്ന സമയത്ത് അവരൊന്ന് സ്റ്റക്കാവും, കുറച്ചൊന്ന് മാറി നിൽക്കും. പിന്നീട് ഗനീമത്ത് ലഭിക്കുന്ന സമയത്ത് അഥവാ പ്രകാശം പടരുന്ന സമയത്ത് അവര് തിരിച്ചു വരും. മുനാഫിഖ് അഥവാ കപടവിശ്വാസിയുടെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ സ്വയ്യിബ് അഥവാ കോരിച്ചൊരിയുന്ന പേമാരി എന്ന പദത്തേക്കാൾ മനോഹരമായ മറ്റൊന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.